ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഐ എം ഗോയിങ് ടു എ റെസ്റ്റോറൻറ്റ്. കം ഓൺ. ഹലോ, ഇപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ചില സെൻറ്റൻസസ്, ഈസി ആയിട്ടുള്ള സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, അതുപോലെ അതിലുള്ള വൊക്കാബ്സ് ഒക്കെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൈ കഴുകുകയാണ്. ഇതിനെന്താ പറയാം? ഐ എം വാഷിംഗ് മൈ ഹാൻഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം ക്ലീനിങ് മൈ ഹാൻഡ്സ് എന്ന് പറയാമല്ലോ. പക്ഷെ നമ്മൾ വാഷിംഗ് മൈ ഹാൻഡ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മളിപ്പം റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കാം മെനു തരുമോ എന്നുള്ള രീതിയിലാണ് അല്ലേ, അല്ലെങ്കിൽ മെനു കിട്ടുമെന്നാണ്. അപ്പോൾ നമ്മളത് കെൻ ഐ സീ ദ മെനു പ്ലീസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, കെൻ ഐ ഗെറ്റ് ദി മെനു എന്ന് ചോദിക്കാം. പല രീതിയിലും നമുക്കത് ചോദിക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വളരെ പൊളൈറ്റായിട്ടും ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ കുഡ് യു പ്ലീസ് ഗിവ് മീ ദ മെനു, അല്ലെങ്കിൽ കുഡ് യു ഗിവ് മീ ദ മെനു പ്ലീസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വേണം. നമുക്ക് വെള്ളം ടേബിളിൽ കൊണ്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ, ക്യാൻ വി ഗെറ്റ് സം വാട്ടർ ഫോർ ദ ടേബിൾ പ്ലീസ്? അതായത് ഈ ടേബിളിലേക്ക് കുറച്ച് വെള്ളം തരുമോ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സ്ക്യൂസ് മീ, ക്യാൻ വി ഗെറ്റ് സം വാട്ടർ ഫോർ ദി ടേബിൾ പ്ലീസ് എന്ന് ചോദിക്കാം നമുക്ക്. നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ട് തന്നെ ആ ഇരുത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വിശപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ഞാൻ സ്പോട്ടൊന്നും പറയുന്നില്ല, എന്നാലും നല്ല ബിരിയാണിയാണ്. ഭയങ്കര വിശപ്പ്. ഇത് നമ്മളിങ്ങനെ പറയാം, ഐ എം സ്റ്റാർവിങ് എന്ന് പറയാം. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഭക്ഷണം ഇതാ എത്തിയിട്ടുണ്ട്. ആ ഭക്ഷണം കണ്ട ആക്രാന്തവും അതിൻ്റെ സന്തോഷവും നിങ്ങൾക്കൊക്കെ എൻ്റെ മുഖത്ത് കാണാവുന്നതാണ്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനെന്താ ഈ പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ബിരിയാണിയുടെ മേലെയൊക്കെ മൊരിച്ചിടില്ലേ ഉള്ളി, നമ്മളിങ്ങനെ എണ്ണയിൽ നന്നായിട്ട് വാട്ടി ഇടുന്നതാണ്. അപ്പോൾ ആ ഉള്ളിയുടെ ഒരു എക്സ്പ്ലനേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ആ ഉള്ളി പറഞ്ഞപ്പോഴാണ് ഒനിയൻ എന്നാണ് പലരും പറയാറുള്ളത്. ഒനിയൻ അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് അനിയൻ. നമ്മൾ അനിയൻ എന്നാണ് പറയേണ്ടത്. നമ്മൾ അനിയന്മാർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ സിമിലറാണ്. ഇറ്റ്സ് നോട്ട് ഓനിയൻ, ഇറ്റ്സ് അനിയൻ. അങ്ങനെ ഫ്രൈഡ് അനിയൻ ആണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, മൊരിച്ചിട്ടുള്ള ഉള്ളി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കാനിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി എത്താനുണ്ട്. ഞാൻ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. അതിപ്പോൾ എത്തും. അപ്പോൾ എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ടീ പറഞ്ഞിരുന്നു, അതുപോലെ ഒരു ലെമൺ ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ. ഇതാണ് നമ്മുടെ കാടമുട്ട, നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ആദ്യം ഈ കാടമുട്ട ഒന്ന് ട്രൈ ചെയ്യുവാണ്. സോ ഡെലിഷ്യസ്. എന്തോ അവിടെ പൊട്ടി. അങ്ങനെ കാടമുട്ട ട്രൈ ചെയ്യുവാണ്. കാട പറഞ്ഞപ്പോഴാണ്, കാടയുടെ ഇംഗ്ലീഷ് എന്താ? കാടയ്ക്ക് നമ്മൾ കൊയൽ എന്നാണ് പറയുക. അപ്പോൾ പിന്നെ കാടമുട്ടയ്ക്ക് എന്തായിരിക്കും പറയുക? കാടമുട്ടയ്ക്ക് നമ്മൾ ക്വയൽ എഗ് എന്ന് പറയും അല്ലേ? കാടയുടെ മുട്ട, ക്വയൽ എഗ്. അപ്പം നമ്മൾ നല്ല ഫുഡാണെങ്കിൽ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. എന്നാൽ നമുക്ക് യമി എന്ന് പറയാം, യമി. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് ഡെലിഷ്യസ്. ഡെലിഷ്യസ് എന്ന് പറഞ്ഞാൽ നല്ല സ്വാദുണ്ട് എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അങ്ങനെ സമയം പോയി, നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി നല്ല ആക്രാന്തത്തിൽ ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് എങ്ങനെയാണ് പറയുക? ഞാനിപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെ പറയും? ഐ എം ഹാവിങ് ബിരിയാണി. ഇനിയിപ്പം ഐ എം ഹാവിങ് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഏത് ബിരിയാണി എന്ന് വെച്ചാൽ അതുപോലെ പറയാം. ഐ എം ഈറ്റിംഗ് ബിരിയാണി നമ്മൾ പറയാം, പക്ഷേ തെറ്റില്ല. എന്നാലും ഐ എം ഹാവിങ് ബിരിയാണി എന്നാണ് നമ്മൾ പറയാറുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ അത് ആസ്വദിച്ച് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഞാനിതാ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള എങ്ങനെ പറയാം? ഐ എം പോറിങ്
വാട്ടർ. ഐ എം pouring വാട്ടർ. എന്തിലേക്കാണ് ഒഴിക്കുന്നത്? ഗ്ലാസ്സിലേക്കാണ്. സോ ഐ എം pouring വാട്ടർ ഇൻ ടു എ ഗ്ലാസ്. അങ്ങനെ പറയാം. ഇനി ഞാൻ ഈ വെള്ളം കുടിക്കുവാണ്. ഞാനിപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഐ എം ഡ്രിങ്കിങ് വാട്ടർ. ഐ എം ഡ്രിങ്കിങ് വാട്ടർ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ജഗ് ചെരിച്ച് വെച്ച ശേഷമാണ് എന്തൊഴിച്ചിട്ടുള്ളത്? വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചെരിച്ച് വയ്ക്കുക, ചെരിച്ച് പിടിക്കുക എന്നൊക്കെ ഉള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുകയെന്നറിയോ? അതിന് നമ്മൾ ടിൽറ്റ് എന്നാണ് പറയുക. ടിൽറ്റ്. പുതിയൊരു പാടാണ്, പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർ ആലോചിച്ച് വയ്ക്കുക. ദാറ്റ് ഈസ് ടിൽറ്റ്. ഭക്ഷണം കഴിച്ച് കഴിയാറായി. നല്ല ഭക്ഷണമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ബിരിയാണി കഴിക്കാറുണ്ട്. നല്ല ഫുഡ്. കാടമുട്ടയുടെ പ്ലേറ്റ് ഉണ്ടോ? എൻ്റെ ഫേവറേറ്റാണ് കാടമുട്ട. ഇതിലുള്ള മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല മാത്രം ഒന്ന് കഴിച്ചോട്ടെ. ഒരു പ്രത്യേക മസാലയാണ്, ടേസ്റ്റി. സോ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ്ഡ് എന്ന് പറയാറുണ്ട് അല്ലേ? കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിർത്തി. അതിന് പകരം നമുക്ക് ഐ എം ഡൺ എന്ന് പറയാം. നമ്മൾ ഫുഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഡൺ എന്ന് പറയാം ഇംഗ്ലീഷിൽ. അപ്പോൾ ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം ഭക്ഷണം കഴിച്ചു, ഞാൻ വാഷ് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇത് നിങ്ങൾ പറഞ്ഞേ. അങ്ങനെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.